ഹായ് ബ്യൂട്ടിഫുൾ ഹാർട്ട്സ്. ബാബാബ റിവ്യൂ. അതായത് ഞാൻ പോയി പടം കണ്ടു. എങ്ങനെയുണ്ട് പടം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അത്ര അങ്ങോട്ട് ഇഷ്ടപ്പെട്ടിട്ടില്ല പടം. കാരണം എന്നാലും സെക്കൻഡ് ഹാഫ് എന്ന് പറയുന്ന ഒരു പോർഷൻ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുകയും ചെയ്തു. ഫസ്റ്റ് ഹാഫ് പറയാലോ, സത്യം പറഞ്ഞാൽ കട്ട ബോറിംഗ് ആയിരുന്നു വേണമെങ്കിൽ നമുക്ക് പറയാം. കട്ട ബോറിംഗ് എന്ന് പറഞ്ഞാൽ കട്ട ബോറിംഗ്. ചിലപ്പോൾ ഞാൻ വിചാരിക്കും ഈ ഫസ്റ്റ് ഹാഫ് എന്ന് പറയുന്നൊരു സാധനം ഇല്ലാതെ ആ സെക്കൻഡ് ഹാഫ് മാത്രമായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഒന്നുകൂടെ ബെറ്റർ ആയേനെ എന്ന് ചിന്തിച്ചിട്ടുണ്ട്. ഫസ്റ്റ് ഹാഫ് എന്ന് പറയുന്നത് ദിലീപിൽ ആളാകാൻ വേണ്ടിയിട്ട് എടുത്ത ഒരു മൂവി ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് ഫസ്റ്റ് ഹാഫിൽ. കാരണം കംപ്ലീറ്റ്ലി ദിലീപിൽ പറയാനുള്ളത് ഡയറക്റ്റായിട്ടും ഇൻഡയറക്റ്റായിട്ടും പറഞ്ഞ ഒരു മൂവി ആയിട്ടാണ് എനിക്ക് ഫസ്റ്റ് ഹാഫിൽ തോന്നിയിട്ടുള്ളത്. കാരണം അത്രയ്ക്കും ഒരു വേസ്റ്റ്, നല്ല വേസ്റ്റ് എന്ന് വേണേൽ പറയാം ഒരു ഫസ്റ്റ് ഹാഫ് ആയിരുന്നു. സെക്കൻഡ് ഹാഫ് അതുകൂടെ കൂടി തൂക്കി. അത് ലാലേട്ടൻ എന്ന് പറയുന്നുള്ള ഒറ്റ ഒരാളുടെ ഇതും കൊണ്ട് മാത്രം കൊണ്ടുപോയ ഒരു പടമാണിത്. അല്ലാതെ ഇതിലൊന്നുമില്ല. ലാലേട്ടൻ്റെ ഒരു ആ സ്വാഗും ആ സ്റ്റൈലും ഒന്നും പറയാനില്ല. പക്ക ലാലേട്ടനെ നല്ല രീതിയിൽ ഡയറക്ടറും സ്ക്രിപ്റ്റ് റൈറ്ററും കൂടെ യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട്. അത്രയും നല്ല രീതിയിലുള്ളൊരു റോളാണ് ലാലേട്ടന് കൊടുത്തിട്ടുള്ളത്. കാരണം ലാലേട്ടന് വേണ്ടി ഈ പടം ഒന്നല്ല രണ്ടോ തവണ വേളയിലും കാണാം. ദിലീപ് എന്ന് പറയുന്ന ഒരു ഫാക്ടർ നമ്മൾ കുറേ ട്രെയിലറിലും ഇതിലും എല്ലായിടത്തും ഇപ്പം ഈ ഒരു കേസ് കഴിഞ്ഞിട്ട് എല്ലാവരും ദിലീപിൻ്റെ കംബാക്ക് എന്ന് പറഞ്ഞിട്ട് ദിലീപിൻ്റെ ഫാൻസ് ഭയങ്കരമായിട്ട് ആഘോഷിക്കുന്നുണ്ട്. ഒരിക്കലും ഇത് ദിലീപിൻ്റെ ഒരു കംബാക്ക് മൂവി അല്ല കേട്ടോ. കാരണം ദിലീപിന് പറയാനുള്ളത് ഡയറക്റ്റും ഇൻഡയറക്റ്റായിട്ട് പറയുന്നുണ്ടെങ്കിലും ഫസ്റ്റ് ഹാഫിൽ പറയുന്നുണ്ടെങ്കിലും ദിലീപിൻ്റെ ഒരു കംബാക്ക് മൂവി നമുക്ക് പറയാനേ പറ്റില്ല. കാരണം ദിലീപിനെ ഈ പടത്തിൽ സത്യം പറഞ്ഞാൽ ഞാൻ ശ്രദ്ധിച്ചിട്ടേ ഇല്ലാതെ വേണേൽ പറയാം. കാരണം എൻ്റെ മൈൻഡ് ഫുള്ള് പക്ക ലാലേട്ടനിലായിരുന്നു കേട്ടോ. കാരണം അത്രയ്ക്കും ലാലേട്ടൻ്റെ ഓരോന്നും ഞാൻ ശരിക്കും എൻജോയ് ചെയ്തു. പിന്നെ ദിലീപും ലാലേട്ടനുമായിട്ടുള്ളൊരു സോങ് ഉണ്ടായിരുന്നു. ആ സോങ് നല്ല രീതിയിൽ എൻജോയ് ചെയ്തു. നമുക്കിതിൽ പറയാൻ ഒരു ഭയങ്കരമായിട്ട് നെഗറ്റീവുള്ളൊരു സാധനം എന്ന് പറഞ്ഞാൽ നല്ലൊരു സോങ് ഈ മൂവിയിൽ ഇല്ല എന്നുള്ളതാണ്. പിന്നെ ദിലീപും ലാലേട്ടനുമുള്ള ആ ഒരു സോങ്, അതിൻ്റെ ഡാൻസിങ് എലമെൻറ്റ് അത് ഞാൻ ശരിക്കും എൻജോയ് ചെയ്തു. എനിക്കൊന്നു ലാലേട്ടൻ്റെ കുറേ കാലങ്ങൾക്ക് ശേഷം അങ്ങനെ ഒരു ഡാൻസിങ് പെർഫോമൻസ് ഈ മൂവിയിൽ നമ്മൾ നന്നായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ മോഹൻലാൽ മുണ്ടുടുത്ത് മടക്കി കുത്തുന്ന ഒരു സീനുണ്ട് മോനെ, വേറെ ലെവല്. കാരണം ലാലേട്ട് തൂക്കിന്ന് വേണം പറയാം ഈ പടം. കാരണം ഇതിൽ കൂടുതൽ ലാലേട്ടിൽ കൈയടിക്കാനുള്ള ഒരു വേറെ നെക്സ്റ്റ് ലെവലിലേക്ക് ഈ പടത്തിനെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ദിലീപിൻ്റെ സത്യം പറയാലോ പറ്റ ശോകം. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എന്ത് ദിലീപിൻ്റെ കംബാക്കാണെന്നാണ് ഇവർ പറയുന്നത്, എനിക്ക് മനസ്സിലാകുന്നില്ല. കാരണം ഒരു ആക്ടിങ്ങിൻ്റെ സ്കെയിലിൽ വരികയാണെങ്കിലോ മേ ബി എനിക്കങ്ങനൊരു ഇതേ തോന്നിയിട്ടില്ല. ഞാനിപ്പോഴും ആ പടം കണ്ട് ഇറങ്ങിക്കഴിഞ്ഞപ്പം ലാലേട്ടൻ്റെ ഒരു പടം കണ്ട് ഇറങ്ങി എന്നുള്ള ഫീല് മാത്രമാണ് എനിക്ക് കിട്ടിയത്. അല്ലാതെ ദിലീപ് എന്ന് പറഞ്ഞ ഒരു ആക്ടറുടെ റോളേ എനിക്ക് അവിടെ കാണാൻ അങ്ങനെ തോന്നിയിട്ടില്ല. പിന്നെ ലാലേട്ടൻ്റെ അഴിഞ്ഞാട്ടെന്ന് വേണം പറയാം ഈ മൂവീനെ. അതേ രീതിയിൽ അതിനെ കൊണ്ടുപോയിട്ടുണ്ട് ആ പടം. അത്ര നല്ല രീതിയിൽ ലാലേട്ടൻ്റെ സ്റ്റൈലും ലാലേട്ടൻ്റെ ഡാൻസും പിന്നെ ഇതിൻ്റെ എഡിറ്റിങ് ഒരു രക്ഷയില്ലാത്ത എഡിറ്റിങ്. ആ എഡിറ്ററെ സമ്മതിക്കാതിരിക്കാൻ കേട്ടോ. നല്ല രീതിയിലുള്ള എഡിറ്റിങ്. പിന്നെ ഈ ഞാൻ പറഞ്ഞ പോലെ തന്നെ സ്ക്രിപ്റ്റ് റൈറ്റർ കട്ട ലാലേട്ടൻ ഫാനാന്ന് തോന്നുന്നു. ലാലേട്ടൽ തെലങ്കാനയുള്ള എല്ലാ എലമെൻറ്റും ആ പടത്തിലുണ്ടായിരുന്നു. ലാലേട്ടൻ്റെ ഒരു കട്ട ഫാനാകുന്ന ഒരു മൂവി ആയിരിക്കും. നിങ്ങളിത് കണ്ടിറങ്ങുമ്പോൾ ലാലേട്ടൻ്റെ ഒന്നുകൂടെ സ്ട്രോങ് കട്ട ഫാനായി മാറും. അത്രയും നല്ലൊരു ഇതായിരുന്നു. അതേപോലെ ലാസ്റ്റ് എൻഡിങ്ങിൽ ഒരാൾ കൊണ്ടിരുന്നുണ്ട്. അത് ഞാൻ വെറുതെ സ്പോയിലർ ആക്കുന്നില്ല. അതും ഒരു നെക്സ്റ്റ് ലെവലാണ്. അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഉടനീളം ഒന്ന്
കൂടുതൽ ആൾക്കാർക്ക് ഈ പടം ഒരു എൻ്റർടൈനർ നിലയിൽ ഇഷ്ടപ്പെടും. കാരണം മൂവി തുടങ്ങുമ്പോൾ തന്നെ അവർ പറയുന്നുണ്ട് ഇത് ലോജിക് ഒന്നും വെച്ച് ഈ പടം കാണരുത്, എവിടെ കഥ നടക്കുന്നു, എന്താണ് ലോജിക് എന്നൊന്നും ചോദിക്കരുത്, അങ്ങനെ ഒരു സംഭവം തന്നെ ഇതിൻ്റെ അകത്തില്ല. അങ്ങനത്തെ ഒരു ഇതാണ്. അതുകൂടാതെ ഈ പറയുന്ന പോലെ സെക്കൻഡ് ഹാഫിൽ വണ്ടികളുമായിട്ടുള്ളൊരു കളിയുണ്ട്, അതൊക്കെ നെക്സ്റ്റ് ലെവലായിട്ട് ആ പടം എടുത്തിട്ടുണ്ട്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ആ വണ്ടിയായിട്ടുള്ള കളികളും. അത് ലാലേട്ടനും ദിലീപും അതെനിക്ക് ഭയങ്കരമായിട്ട് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. പിന്നെ അതുപോലെ വിനീത് ശ്രീനിവാസൻ, പുള്ളിക്കാരൻ നല്ല രീതിയിൽ അഭിനയിച്ചിട്ടുണ്ട്. ഒരു പരിധി വരെ പുള്ളിക്കാരനും ഇത് അഴിഞ്ഞാടിയെന്ന് പറയാം ഈ റോള്. അതേപോലെ ബൈജു ഒക്കെ നല്ല അടിപൊളിയായിട്ട് അഭിനയിച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഒരു നല്ലൊരു മൂവിയായിട്ട് ബൈജുയുടെ നല്ലൊരു എടുത്തു പറയുന്ന ഒരു നല്ല ക്യാരക്ടറും കൂടിയാണ് ഈ മൂവി. പിന്നെ നമ്മുടെ ധ്യാൻ ശ്രീനിവാസന് ഒരു ചെറിയൊരു ഇതിൽ കൂടെയാണ്, ചെറിയൊരു റോളിൽ കൂടെയാണ് ഇത്, സെക്കൻഡ് ഹാഫിൽ കൂടെയാണ് ആ ക്യാരക്ടർ ബിൽഡായി വരുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു കുറവ് ഒഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ധ്യാൻ ശ്രീനിവാസനും നല്ല രീതിയിൽ ഈ പടത്തിന് ഇതാക്കിയിട്ടുണ്ട്. അതുകൂടാതെ നമ്മുടെ സാൻഡി മാസ്റ്റർ ഇപ്പോൾ സ്ഥിരം എനിക്ക് തോന്നുന്നു ഒരു സൈക്കോ അല്ലെങ്കിൽ പോലീസ് റോളിൽ മലയാളത്തിൽ സ്ട്രോങ് ആയിട്ട് തുടർന്നുകൊണ്ടും ഇരിക്കുകയാണ്. പക്ഷേ നമ്മൾ ലോകയിലൊന്നും കണ്ട പോലെ ഒരു റോളില്ല, പക്ഷെ ഉള്ള റോള് വളരെ ഭംഗിയായിട്ട് സാൻഡി മാസ്റ്റർ ചെയ്തിട്ടുമുണ്ട്. ഓവറോൾ നോക്കുകയാണെങ്കിൽ നല്ലൊരു എൻ്റർടൈനറാണ്. പക്ഷേ ഒരു സെക്കൻഡ് ഹാഫ് വെച്ച് നോക്കുമ്പോഴാണ് നല്ലൊരു എൻ്റർടൈനർ എന്ന് എനിക്ക് തോന്നിയിട്ടുള്ള. ഫസ്റ്റ് ഹാഫ് നല്ല ഷോക കേട്ടോ. ലാലേട്ടൻ്റെ ആ കുറച്ച് ഇതൊഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പടം പക്ക സീറോയാണ്. കാരണം ആ ലാലേട്ടൻ എന്ന് പറഞ്ഞൊരു ഫാക്ടർ ഈ മൂവിയിൽ ഇല്ലായിരുന്നെങ്കിൽ പക്ഷേ ഒരു മനുഷ്യരും ഈ പടം കാണുമെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. അങ്ങനെ നിങ്ങളും തിയേറ്ററിൽ പോയി കണ്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത്. കൂടാതെ എൻ്റെ ചാനലും പറ്റുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടുതൽ നല്ല വീഡിയോസ് ചെയ്യുക, അതൊരു ഇൻസ്പിറേഷൻ കൂടിയാണ്.